ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് 4ാം ക്ലാസ് ഇംഗ്ലീഷ് ഇന്ന് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നോക്കൂ മക്കളെ, നിങ്ങൾക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ലിസൺ ആൻഡ് ആൻസർ. ടീച്ചർ നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞ് തന്നിട്ടുണ്ടാവും അല്ലേ. എന്തായിരുന്നു സ്റ്റോറി? എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. നമുക്ക് നോക്കാം എന്താ ടീച്ചർ പറഞ്ഞത്. നോക്കിക്കോ. വൺ ഡേ ടോമി വെന്റ് ടു ദ സൂ വിത്ത് ഹിസ് പേരൻസ്. എന്താണ്, ഒരിക്കൽ ടോമി അവൻ്റെ പേരൻസിന്റെ കൂടെ എങ്ങോട്ടേക്ക് പോയി? ഒരു സൂവില് പോയി. എ കളർഫുൾ പീകോക്ക് വാസ് ഡാൻസിങ് നിയർ ദ എൻട്രൻസ്. അതിന്റെ എൻട്രൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പീകോക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്. വാവ്, ലുക്ക് അറ്റ് ദോസ് കളേഴ്സ്. നോക്കൂ അതിന്റെ കളേഴ്സ്. അവൻ അത്ഭുതപ്പെട്ടു അല്ലേ. സെഡ് ടോമി. സഡൻലി ഹി ഹേർഡ് എ ലൗഡ് റോർ. പെട്ടെന്ന് അവൻ ഭയങ്കര സൗണ്ട് കേട്ടു. റോർ സൗണ്ട് കേട്ടു അല്ലേ. അലർച്ച കേട്ടു. ടോമി ലുക്ക് അറൗണ്ട്. അവന്റെ ചുറ്റും നോക്കി. ഇറ്റ് വാസ് എ ലയൺ സ്റ്റാൻഡിങ് ഓൺ എ ബിഗ് റോക്ക്. ഒരു വലിയ റോക്കില് ഒരു ലയൺ നിൽക്കുന്നു. ഹി ഹെൽഡ് ഹിസ് മദേഴ്സ് ഹാൻഡ് ടൈറ്റ്ലി. അവന്റെ അമ്മയുടെ കയ്യിൽ അവൻ മുറുക്കെ പിടിച്ചു. Mom, he whispered. The monkeys were jumping and singing among the trees. മങ്കീസ് ഇങ്ങനെ മരത്തിക്കൂടെ ചാടി ഊഞ്ഞാലാടിയിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അല്ലേ. വൺ മങ്കീസ് ഗ്രാബ്ഡ് എ ബനാന ഫ്രം എ ഗേൾ ആൻഡ് മെയ്ഡ് എ ഫണ്ണി ഫേസ്. ഒരു മങ്കി ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു ബനാന തട്ടിക്കൊണ്ട് പോയി അല്ലേ. ടോമി ലാഫ്ഡ് ആൻഡ് വേവ്ഡ് അറ്റ് ഇറ്റ്. ദെൻ ഹി സോ ജിറാഫ്സ് ഈറ്റിംഗ് ലീവ്സ് ഫ്രം ടോൾ ട്രീ. പിന്നെ അവൻ എന്താ കണ്ടേ? ജിറാഫ്സ് എന്ത് ചെയ്യുന്നു? ട്രീയിൽ നിന്ന്, നല്ല ഉരുള മരത്തിൽ. എന്നിട്ട് എന്ത് സംഭവിച്ചത്? ദെൻ ഹീ സോ ജിറാഫ്. ജിറാഫിനെ എന്താണ്? ജിറാഫ് ടോൾ ട്രീന്ന് ഇലയൊക്കെ കഴിക്കുന്നത് കണ്ടു. ആൻ എലിഫന്റ് വാസ് സ്പ്രേയിങ് വാട്ടർ ഓൺ ഇറ്റ്സ് ബേബി. ഒരു എലിഫന്റ് അവന്റെ ബേബിയുടെ മേലെ ഇങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്യുന്ന കണ്ടു. ദ ബേബി എലിഫന്റ് ജംപ്ഡ് ആൻഡ് ഫ്ലാപ്ഡ് ഇറ്റ് ഇയേഴ്സ് ഹാപ്പിലി. സന്തോഷത്തോടുകൂടി ആ ബേബി എലിഫന്റ് ചെവിയൊക്കെ ആട്ടിക്കൊണ്ടിരുന്നു. ഐ ലവ് ആനിമൽസ്. ടോമി ജംപ്ഡ് വിത്ത് ജോയ്. എനിക്ക് ആനിമൽസിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ടോമി ജമ്പ് ചെയ്യാൻ തുടങ്ങി. ക്യാൻ വി കം എഗെയിൻ? നമുക്ക് വീണ്ടും വരാൻ പറ്റുമോ? ഷുവർ സ്മൈൽഡ് ഹിസ് ഫാദർ. എൻ്റെ ഫാദർ എന്ത് ചെയ്തു? ഷുവർ പറഞ്ഞു അല്ലേ, വീണ്ടും നമുക്ക് വരാമെന്ന് പറഞ്ഞു. ടോമി വേവ് ടു ദ ആനിമൽ ആൻഡ് ലെഫ്റ്റ് ദ സൂ. അങ്ങനെ ഒരു സൂവിന്ന് പിന്നെ പോയി. ഇത്രയാണ് കഥയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. വേർ ഡിഡ് ടോമി ഗോ വിത്ത് ഹിസ് പേരൻസ്? ടോമി എങ്ങടാ പോയത് അവന്റെ പേരൻസിന്റെ കൂടെ? സൂ. എവിടേക്കാ പോയത്? സൂവിലേക്ക് അല്ലേ. ടോമി ഹേർഡ് എ ലൗഡ് റോർ ഓഫ്. ആരുടെയാണ്? റോർ ഓഫ് എ ആരുടെ സൗണ്ട് കേട്ട്? റോർ സൗണ്ട് ആരുടെയാണ്? ലയൺ. ഇനി 3. വാട്ട് വാസ് ദ എലിഫന്റ് ഡൂയിങ്? എലിഫന്റ് എന്താ ചെയ്തത്? സ്പ്രേയിങ് വാട്ടർ ഓൺ ഇറ്റ്സ് ബേബി അല്ലേ. അതിന്റെ ബേബിയുടെ മേലെ എന്ത് ചെയ്യുന്നു? വാട്ടർ സ്പ്രേ ചെയ്യുന്നു. 4th ക്വസ്റ്റ്യൻ. ഹു വാസ് ഡാൻസിങ് നിയർ ദ എൻട്രൻസ്? എൻട്രൻസിൽ ആരാ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നേ? എ പീകോക്ക് അല്ലേ. ഒരു മയിലാണ് അല്ലേ. ഐ ലവ് ആനിമൽ. ഹു സെഡ് സോ? ഇത് ആരാ പറഞ്ഞ ഐ ലവ് ആനിമൽസ്? ആരാ പറഞ്ഞേ? ടോമി. ഇത്രയാണ് മക്കൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. ആൻസേഴ്സും ഇതാണ്. ഇനി ആക്ടിവിറ്റി 2 നമുക്ക് നോക്കാം. റീഡ് ആൻഡ് റൈറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് ആൻസേഴ്സ് എഴുതാനാണ് പറയണത്. മിയാസ് പേരൻസ് സർപ്രൈസ് ഹർ വിത്ത് എ ന്യൂ ക്യാമറ ഓൺ ഹർ ബർത്ത്ഡേ. മിയയുടെ ഫ്രണ്ട്സ്, മിയയുടെ പേരൻസ് അവൾക്ക് പുതിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു ക്യാമറ സർപ്രൈസ് ആയിട്ട് കൊടുത്തു. Mia's eyes sparkled as she held the camera. She was eager to take her first shot. She walked around her backyard.
അവളുടെ ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ വേണ്ടി അല്ലേ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവള് ഭയങ്കര ഈഗർലി ആയിട്ട് വേഗം വെയിറ്റ് ചെയ്തിട്ട് അവൾ എങ്ങോട്ടേക്ക് പോയി, അവളുടെ ബാക്ക് യാർഡിലേക്ക് പോയി. ആൻഡ് ടുക്ക് ഫോട്ടോസ് ഓഫ് ഫ്ലവേഴ്സ്. എന്നിട്ട് അവൾ എന്തെടുത്തു? ഫ്ലവേഴ്സിന്റെ ഫോട്ടോ എടുത്തു. ബേർഡ്സ് ആൻഡ് ട്രീസ്, ബേർഡ്സിന്റെയും ട്രീസിന്റെ എടുത്തു. ആസ് ദ സൺ ബിഗൺ ടു സെറ്റ് ഷീ ക്യാപ്ചർഡ് ദ സണ്ണിങ് സൺസെറ്റ്. അവൾ സൺസെറ്റിന്റെ പിക്ചർ എടുത്തു. ഓൾസോ ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ഷോട്ട്. അതെന്തായാലും ഒരു പെർഫെക്റ്റ് ഷോട്ട് ആയിരുന്നു. ദിസ് ഈസ് വെരി നൈസ് സെഡ് മദർ. അമ്മ പറഞ്ഞു എന്തെന്നാ, ഇത് കൊള്ളാമെന്ന് അമ്മ പറഞ്ഞു. മിയാസ് പേരൻസ് വെയർ ഇംപ്രസ്ഡ് ബൈ ഹെർ ടാലന്റ് ഇൻ ഫോട്ടോഗ്രാഫി ആൻഡ് എൻകറേജ്ഡ് ഹെർ. മിയയുടെ പേരൻസിന് അവളുടെ ഫോട്ടോഗ്രാഫിയിലുള്ള ടാലന്റ് മനസ്സിലാക്കുകയും അവളെ എൻകറേജ് ചെയ്യുകയും ചെയ്തു. കീപ് പ്രാക്ടീസിങ് ഫോട്ടോഗ്രാഫി, യു വിൽ ബിക്കം എ ഫൈൻ ഫോട്ടോഗ്രാഫർ. നീ ഫോട്ടോഗ്രാഫി പ്രാക്ടീസ് ചെയ്യോ, നീ ഒരു വലിയ ഫോട്ടോഗ്രാഫർ ആയി മാറും. ഹെർ ഫാദർ സെഡ്, അവളുടെ അച്ഛൻ പറഞ്ഞു. ആഫ്റ്റർ ദ മിയ ബിക്കം മോർ കോൺഫിഡൻറ്റ് ഇൻ ഫോട്ടോഗ്രാഫി. അതിനുശേഷം മിയ എന്ത് ചെയ്തു? കൂടുതൽ കോൺഫിഡൻ്റ് ആയി. ഷീ ക്യാപ്ചർ ദ ബ്യൂട്ടി ഓഫ് ദ വേൾഡ്. അവൾ എന്ത് ചെയ്തു? വേൾഡിന്റെ ബ്യൂട്ടി ക്യാപ്ചർ ചെയ്തു. ഓക്കെ, ഇത്രയാണ് പാരഗ്രാഫ് തന്നിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡിഡ് മിയ ഗെറ്റ് ഫോർ ഹെർ ബർത്ത്ഡേ? അവളുടെ ബർത്ത്ഡേക്ക് അവൾക്ക് എന്താണ് കിട്ടിയത്? ക്യാമറ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, മിയ ടുക്ക് ഫോട്ടോസ് ഓഫ്. എന്തിന്റെ ഫോട്ടോസ് ആണ് എടുത്തത് അവള്? ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ട്രീസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ സിമിലർ വേർഡ് ഫോർ വണ്ടേർഡ് ഫ്രം ദ സ്റ്റോറി. വണ്ടേർഡ് എന്നുള്ളതിന് ഇവിടെ എന്താ പറയുന്നത്? അത്ഭുതപ്പെട്ടു എന്നുള്ളതിന് എന്താണ്? സർപ്രൈസ്ഡ്. എന്താണ് മക്കളെ? സർപ്രൈസ്ഡ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദിസ് ഈസ് വെരി നൈസ് മിയാസ് മദർ സെഡ് ലുക്കിംഗ് അറ്റ് ദ ഫോട്ടോ. ഫോട്ടോ നോക്കിയിട്ട് മിയയുടെ അമ്മ പറഞ്ഞു, ഇത് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ലുക്കിംഗ് ഫോട്ടോ ഓഫ് എന്തിലെയാണ്? എന്തിന്റെ ഫോട്ടോയാണ് നോക്കിയിട്ട് പറഞ്ഞേ? സൺസെറ്റ് അല്ലേ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മിയാസ് പേരൻസ് റിയാക്ട് ടു ഹെർ ഫോട്ടോസ്? എങ്ങനെയാണ് മിയയുടെ പേരൻസ് അവളുടെ ഫോട്ടോനോട് റിയാക്ട് ചെയ്തത്? എൻകറേജ്ഡ്. എങ്ങനെയാണ്? എൻകറേജ്ഡ്. ആക്ടിവിറ്റി 2 നോക്കാം. മീറ്റ് ദ ഹീറോ. എ ഫോർമർ സ്റ്റുഡൻസ് ഓഫ് യുവർ സ്കൂൾ ഗെറ്റ് എ ലിറ്റററി അവാർഡ് ഫോർ ദ ബെസ്റ്റ് നോവൽ. ഹി വിസിറ്റ് യുവർ സ്കൂൾ ടു ടോക്ക് വിത്ത് യു. ഒരു നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യാണ്? ഒരു അവാർഡ് ജേതാവ് അല്ലേ? ഒരു നോവൽ ലിറ്റററി അവാർഡ് ഫോർ ദ ബെസ്റ്റ് നോവലിനുള്ള അവാർഡ് നേടിയ ഒരാൾ വരികയാണ്. അദ്ദേഹത്തോട് യുവർ സ്കൂൾ നിങ്ങൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? പ്രിപ്പയർ സം ക്വസ്റ്റ്യൻ ടു ടോക്ക് വിത്ത് ദ ഗസ്റ്റ്. അപ്പം അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ചോദിക്കാമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചോദിക്കുക അല്ലേ? സാറിൻ്റെ നോവൽ, ബെസ്റ്റ് നോവൽ ഏതായിരുന്നു? അവാർഡിൽ സാറിന് സന്തോഷമുണ്ടോ? ഇല്ലേ? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. സാറിൻ്റെ പേരൻസ് സാറിനെ എൻകറേജ് ചെയ്തു അല്ലേ? പേരൻസ് എങ്ങനെയാണ് സാറിൻ്റെ ഈ എഴുത്തിനോടൊക്കെ സാറിനോട് എങ്ങനെയാണ് സാറിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ ഫോളോയിങ്. ഏതെങ്കിലും ഒരെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ കോൺവെർസേഷൻ ആണ്. ഇവിടെ ലില്ലി ക്രൈഡ് ബിക്കോസ് ഷീ വാസ് സെപ്പറേറ്റഡ് ഫ്രം ഹെർ ബെസ്റ്റ് ഫ്രണ്ട് മാക്സ്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് മാക്സിൽ നിന്നും മാക്സും ലില്ലിയും എന്താണ്? സെപ്പറേറ്റ് ആയി അല്ലേ? അപ്പൊ അത് ലില്ലി കരയാണ് സെപ്പറേറ്റ് ആയതില്ല. അവർ രണ്ടും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. മാക്സ് ഓൾസോ വാസ് സാഡ്. മാക്സിനും സങ്കടമാണ് മിസ്സിങ് ഹിസ് ഫ്രണ്ട്. അവന്റെ ഫ്രണ്ട് ലില്ലിനെ മിസ് ചെയ്തില്ല, അവനും സങ്കടമാണ്. സോ മാക്സ് കോൾഡ് ഹെർ ഓൺ ഹെർ മൊബൈൽ ഫോൺ. അങ്ങനെ മാക്സ് എന്ത് ചെയ്യണം? അവളുടെ മൊബൈൽ ഫോണിൽ അവളെ വിളിക്കുകയാണ്. അപ്പൊ മാക്സ് വിളിച്ചിട്ട്, ഹേ ലില്ലി, ഇറ്റ്സ് മീ മാക്സ്. ഹലോ ലില്ലി, ഇത് ഞാനാണ്, മാക്സ് ആണെന്ന് പറയണം. അപ്പൊ ലില്ലി എന്തായിരിക്കും പറയണേ? ഹായ് മാക്സ് എന്ന് പറയണം അല്ലേ? ഹൈ മാക്സ്, ഹൗ ആർ യു എന്ന് ചോദിക്കണം അല്ലേ? നിനക്ക് എന്താ വിശേഷം എന്ന് ചോദിക്കണം. അപ്പൊ മാക്സ് എന്ന് പറയും, ഐ എം ഫൈൻ. വാട്ട് അബൌട്ട് യു? നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും അല്ലേ? വാട്ട് അബൌട്ട് യു. അപ്പൊ എന്തായിരിക്കും പറയണ്ടാവുക? വാട്ട് അബൌട്ട് യു, നിനക്ക് എന്താ ചോദിക്കുമ്പോൾ അവൾ എന്തായിരിക്കും പറയണ്ടാവുക? ഐ മിസ്സിങ് യു അല്ലെ? ഐ മിസ് യു എന്ന് പറയും അല്ലേ? ഐ മിസ് യു അല്ലേ? ഐ മിസ് യു, എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു എന്ന് പറയും. എന്നിട്ട് കരയണ പോലെ പറയാ അല്ലെ? ഐ മിസ് യു എന്ന് പറയും. അപ്പൊ അവൻ എന്തായിരിക്കും പറയണേ? ഐ ഓൾസോ മിസ് യു അല്ലേ? ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു എന്ന് പറയും. വി വിൽ മീറ്റ് സൂൺ. നമുക്ക് വീണ്ടും വേഗം ഉടനെ തന്നെ കാണാം അല്ലേ? വി വിൽ മീറ്റ് യു സൂൺ എന്ന് പറയണം. അപ്പോൾ ഡോണ്ട് വറി
ഐ ഓൾസോ മിസ് യു. ഡോണ്ട് വറി, വി വിൽ, ഡോണ്ട് വറി, വിഷമിക്കണ്ട നീ, വി വിൽ മീറ്റ് യു സൂൺ. ഓക്കെ, അപ്പോൾ താങ്ക് യു എന്നും പറഞ്ഞിട്ട് അവൾ ഫോണ് കട്ട് ചെയ്യും അല്ലേ. നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ്. ഒരു താഴെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പിക്ചർ നോക്കിയിട്ട് എന്തൊക്കെ മക്കൾക്ക് എഴുതാം? ആദ്യം ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ അല്ലേ, അല്ലേ, ഒരു ഫ്ലഡ് വന്നിട്ട് ഒരു കുട്ടി അതിൽ മുങ്ങിപ്പോകുന്നു. ആ കുട്ടിയെ ഒരു ഹെലികോപ്റ്ററിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫയർമാനും ഒക്കെ കൂടി രക്ഷിക്കുന്നു. അവർ അമ്മേനെയും ഒക്കെ അച്ഛനെയൊക്കെ എന്ത് ചെയ്യുന്നു? മീറ്റ് ക്ലീൻ ചെയ്യുന്നു. അവന് സന്തോഷമാകുന്നു അല്ലേ. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഡയറി എൻട്രി ആണ്. അപ്പോൾ ഡയറി എൻട്രി എന്തിൻ്റെയാണ്? ദ ഫയർമാൻ ചെക്ക്ഡ് ദിൽനാസ് മദർ ആൻഡ് ഗവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. ദിൽനയുടെ മദറിനെ ചെക്ക് ചെയ്ത് ഫയർമാൻ, എന്നിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. സ്ലോലി ഷീ ഓപ്പൺ ഹെർ ഐസ് ദാറ്റ് നൈറ്റ്. ദിൽന റോട്ട് ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി. ആ രാത്രി ദിൽന എഴുതാനിടയുള്ള ഒരു ഡയറിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഡയറി അല്ലേ, ഡയറി ആണ്. അപ്പോൾ ഡേറ്റും ഡേയും കൊടുക്കുക. ഐ കനോട്ട് ഫോർ ദിസ് ഡേ. ഓ വാട്ട് എ ഡേ അല്ലേ, വാട്ട് എ ഡേ ഇറ്റ് ഈസ്. ഐ കനോട്ട് ഫോർഗെറ്റ് ദിസ് ഡേ. എങ്ങനെയൊക്കെ എഴുതാം അല്ലേ. ഐ കനോട്ട് വീണ്ടും എഴുതാം. ഐ കനോട്ട് ഫോർഗെറ്റ് ദിസ് ഡേ ഇൻ മൈ ലൈഫ്. ഇൻ മൈ ലൈഫ്. എന്താണ് നമുക്ക് സങ്കടമായിരുന്നു അല്ലേ. ഐ എം വെരി, അല്ലെങ്കിൽ ഐ എം സാഡ് ടുഡേ, അല്ലെങ്കിൽ ഐ എം വെരി ഹാപ്പി ടുഡേ. അമ്മ രക്ഷപ്പെടുത്തലൊക്കെ ഹാപ്പി ആയിരിക്കാം, പിന്നെ സംഭവിച്ചാലൊക്കെ ദുഃഖമായിരിക്കാം. അപ്പം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഐ എം സാഡ് ടുഡേ. പിന്നെ ടുഡേ എന്താ സംഭവിച്ചത് അതൊക്കെ എഴുതുക. മൈ മദർ ഫെൽ ഡൗൺ ഇൻ ദ എവിടെ ഡൈനിങ് റൂം അതൊക്കെ പറഞ്ഞ് എന്തൊക്കെ സംഭവിച്ചു. എന്നിട്ട് ഫയർമാൻ ചെക്ക്ഡ് മൈ മദർ ആൻഡ് ഗീവ് ഹെർ ടു ഫസ്റ്റ് എയ്ഡ്. സ്ലോലി ഷീ ഓപ്പൺ ഹെർ ഐസ് ദാറ്റ് നൈറ്റ് ഐ ഫെൽറ്റ് വെരി. ദാറ്റ് ഇത് വേണ്ട, ഇവിടം വരെയൊക്കെ നിങ്ങൾക്ക് എഴുതിയിട്ട് നിങ്ങൾക്ക് അത് അവസാനിപ്പിക്കാം. ഇങ്ങനെ ഡയറി നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇനി നോട്ടീസ് തന്നിരിക്കുന്നത് എന്താണ്? ദിൽന വാസ് ഇൻവൈറ്റ് ടു യുവർ സ്കൂൾ ടു റിസീവ് ആൻ അവാർഡ് ഫോർ ഹെർ ബ്രേവറി. ദിൽനയുടെ ബ്രേവറിക്ക് ഒരു അവാർഡ് കൊടുക്കാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ സ്കൂളിലേക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി ക്ഷണിക്കുകയായിരുന്നു. അപ്പം നിങ്ങളുടെ സ്കൂളിലേക്ക് അവളെ അവാർഡിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെന്യൂ, ഡേറ്റ്, ടൈം, ചീഫ് ഗസ്റ്റ്, ഇനാഗുറേഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നോട്ടീസ് എഴുതുമ്പോൾ അതിൽ തന്നെ നോട്ടീസ് എഴുതണം. ഇത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതിയിട്ട് ഇപ്പം നമുക്ക് എന്ത് എഴുതാം? ABC സ്കൂൾ. പിന്നെ എന്താ പ്രോഗ്രാമിൻ്റെ പേര് അടുത്ത് കൊടുക്കണം. എന്താണ്? അൻ അവാർഡ് ഫോർ ദിൽന അല്ലേ, അവാർഡ് ഫോർ ദിൽന. അതാണ് എന്ത് നിങ്ങളുടെ ഹെഡിങ് അല്ലേ, ദിൽനയ്ക്ക് വേണ്ടിയിട്ടുള്ള അവാർഡ് അതാണ് അല്ലേ. പിന്നെ ഇനി നിങ്ങൾക്ക് നോട്ടീസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ആദ്യം തന്നെ എഴുതണം എന്താ? നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, നിങ്ങളുടെ സ്കൂളിൻ്റെ അല്ലേ ABC സ്കൂൾ, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ABC സ്കൂൾ, ABC ഓഫ് അവർ സ്കൂൾ. ABC of our school has decided to എന്താണ്? give an award for Dilna for her bravery. അല്ലേ, ബ്രേവറി. എന്നിട്ട് പിന്നെ എന്താ എഴുതാം? ബ്രേവറി അത്ര എഴുതിയിട്ട് പിന്നെ എന്താണ്? പിന്നെ എന്നാ നടക്കുന്നതെന്ന് എഴുതാം അല്ലേ. ഹെർ ബർത്ത്ഡേ ഓൺ, ഡേറ്റ് തന്നിട്ടുണ്ട് 5th September 2000. അപ്പം നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 5th September 2025 at 10 AM. പിന്നെ എവിടെ ആക്കണം? ഇൻ സ്കൂൾ ഓഡിറ്റോറിയം. പിന്നെ ആരാണ് നിങ്ങൾക്ക് ഇനാഗുറേറ്റ് ചെയ്യുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് വിൽ ഇനാഗുറേറ്റ് ദിസ് ഫങ്ഷൻ. ഓൾ ആർ വെൽക്കം. എന്നിട്ട് ഡേറ്റ് പ്ലേസ് ഒക്കെ ഇട്ടിട്ട് എഴുതുക. ഇത്രയാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്.
നോട്ടീസിൽ എഴുതേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ എക്സാമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.